നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും നടപ്പാക്കിയേ തീരുമെന്നും കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അന്ത്യശാസനം. ആരെതിർത്താലും ഇത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. BLOമാർ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന ഉദ്യോഗസ്ഥരാണ്. അവരുടെ പ്രവർത്തനത്തെ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഗേൽക്കർ അറിയിച്ചു. BLOമാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. BLOമാരുടെ പ്രവർത്തനങ്ങളെ ചിലർ തടസ്സപ്പെടുത്തുന്നതായി പല ജില്ലകളിൽ നിന്നും പരാതി ലഭിച്ചിട്ടുണ്ട്. വളരെ പ്രാധാന്യമുള്ള ചുമതല നിർവഹിക്കുന്ന BLOമാരെ തടസ്സപ്പെടുത്തിയാൽ ഭാരതീയ ന്യായ സംഹിതയുടെ 121 വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. SIRനെതിരെ രാഷ്ട്രീയ പാർട്ടികളും മറ്റും സുപ്രീം കോടതിയെ സമീപിക്കുകയും എതിർപ്പ് ശക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കടുത്ത മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. ജോലിഭാരം മൂലം വലയുകയാണെന്ന BLOമാരുടെ പരാതിയും പ്രക്ഷോഭവും നിലനിൽക്കവെയാണ് എന്ത് തടസ്സമുണ്ടായാലും SIR നടപ്പാക്കുമെന്ന കമ്മീഷണറുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. എല്ലാവരുടെയും പങ്കാളിത്തം വേണം. ബൂത്ത് ലെവൽ ഓഫീസർമാരെ ജനങ്ങളും രാഷ്ട്രീയക്കാരും സഹായിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിറങ്ങിയ സിനിമാ സംവിധായകൻ VM വിനു തന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ വിനുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി. വിധി കോൺഗ്രസിനും UDFനും കനത്ത തിരിച്ചടിയായി മാറി. പട്ടികയിൽ നിന്ന് മനഃപൂർവ്വം പേര് വെട്ടിയെന്ന ആരോപണം ഉന്നയിച്ചാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. എന്നാൽ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലും വിനുവിന്റെ പേരില്ലെന്ന വിവരം പുറത്തു വന്നിരുന്നു. മാത്രമല്ല, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അദ്ദേഹം അപേക്ഷയും നൽകിയിരുന്നില്ല. ഇതോടെയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. താൻ സെലിബ്രിറ്റിയാണെന്നും വിനു ഹർജിയിൽ പരാമർശിച്ചിരുന്നു. എന്നാൽ സെലിബ്രിറ്റി പത്രം വായിക്കാറില്ലേ എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ലെന്നും സ്വന്തം കഴിവുകേടിന് മറ്റു പാർട്ടികളെ പഴിക്കരുതെന്നും കോടതി വിമർശിച്ചു. സമയം കഴിഞ്ഞതിനാൽ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ഒന്നും ചെയ്യാനില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സ്ഥാനാർത്ഥിയായി VM വിനുവിനെ പ്രഖ്യാപിച്ച ശേഷമാണ് വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ലെന്ന് കോൺഗ്രസും UDFും തിരിച്ചറിഞ്ഞത്. ഇതോടെ വോട്ട് വെട്ടിയതാണെന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഉയർത്തിയിരുന്നത്. അതേസമയം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലാപ്പറമ്പിൽ വോട്ട് ചെയ്തു എന്നാണ് VM വിനുവിന്റെയും കോൺഗ്രസിന്റെയും അവകാശവാദം. ഇതിനിടെ അദ്ദേഹം പ്രചാരണവും തുടങ്ങിയിരുന്നു. പ്രചാരണത്തിനിടെ വോട്ടർ പട്ടിക പരിശോധിക്കേണ്ടത് ഉത്തരവാദിത്വമായിരുന്നില്ലേ എന്ന് വോട്ടർമാർ ചോദിക്കുന്ന ദൃശ്യങ്ങളും വൈറലായിരുന്നു. വിനുവിന് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രചാരണം നയിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. BLOമാരുടെ പ്രയാസം പരിഹരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഗേൽക്കർ. കളക്ടർമാരുടെ യോഗം എല്ലാ ദിവസവും ചേരുന്നുണ്ട്. SIR ഫോം വിതരണം വേഗത്തിൽ പൂർത്തിയാക്കും. 97% ഫോം വിതരണം ചെയ്തു. 5 ലക്ഷം ഫോം ഡിജിറ്റൈസ് ചെയ്തു. നിലവിലെ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കും ഭരണഘടനാ വിധികൾക്കും അനുസരിച്ച് മാത്രമാണ് വോട്ടർ പട്ടിക തീവ്ര പരിശോധന. ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വിട്ടുവീഴ്ചയില്ല. കമ്മീഷനെ സംബന്ധിച്ച് BLO എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ഇവരാണ്. BLOമാർക്ക് മേലുള്ള എല്ലാ ഉത്തരവാദിത്വവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമായിരിക്കും. അവരുടെ പ്രവർത്തന ഫലമായാണ് സംസ്ഥാനത്തെ SIR നടപടികൾ നല്ലൊരു ശതമാനം പൂർത്തിയാക്കാനായതെന്നും ഗേൽക്കർ കൂട്ടിച്ചേർത്തു. ശബരിമലയിലുണ്ടായ തിരക്കിലും നിയന്ത്രണങ്ങൾ പാളിയതിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. ശബരിമലയിൽ ഏകോപനം ഉണ്ടായില്ലെന്നും 6 മാസം മുൻപേ ഒരുക്കം തുടങ്ങേണ്ടതായിരുന്നില്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു. വരുന്നവരെ എല്ലാവരെയും തിരക്കി കയറ്റിവിടുന്നത് തെറ്റായ സമീപനമാണ്. ശബരിമലയിൽ എത്ര പേരെ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചു. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ 5-6 സോണായി തിരിക്കണം. ഇവിടെ എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ശാസ്ത്രീയമായ കണക്ക് വേണം. അതനുസരിച്ച് മാത്രമേ ഭക്തരെ കയറ്റിവിടാവൂ എന്നും കോടതി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് SIR നടപ്പാക്കേണ്ട ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സുപ്രീം കോടതിയിൽ. കേരളത്തിലെ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യതയിൽ ഒരു സംശയവും ഉന്നയിക്കാനില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ SIR നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്നും അദ്ദേഹം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. അതേസമയം ഏതു ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക എന്ന് വ്യാഴാഴ്ച അറിയാം. സംസ്ഥാന സർക്കാരും CPMഉം കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്നാണ് ആവശ്യം. ഇതേ തുടർന്നാണ് വെള്ളിയാഴ്ച പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിച്ചത്.
കോഴിക്കോട് കോർപ്പറേഷൻ UDF മേയർ സ്ഥാനാർത്ഥിയും സംവിധായകനുമായ VM വിനുവിന് വോട്ടില്ലെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ അറിയാമായിരുന്നെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹനൻ. വിനു അറിയപ്പെടുന്ന സിനിമാ പ്രവർത്തകനാണ്. അദ്ദേഹം ഇന്നുവരെ ഒരു രാഷ്ട്രീയ പാർട്ടികളോടൊപ്പവും നിന്നിട്ടില്ല. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സമ്മർദ്ദം ചെലുത്തി സ്ഥാനാർത്ഥിയാക്കിയതാണെന്നും കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇടുക്കി ചെറുതോണിയിൽ സ്കൂൾ ബസ് കയറി പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനി മരിച്ചു. മറ്റൊരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിനി ഹെയ്സൽ ബെന്നാണ് മരിച്ചത്. ഇനയ തെഹ്സിൻ എന്ന കുട്ടിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. സ്കൂൾ പരിസരത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കുട്ടികളെ ഇറക്കിയ സ്കൂൾ ബസ് പിന്നോട്ട് എടുത്തപ്പോഴായിരുന്നു അപകടം. ചിറയൻകീഴിൽ BJP സ്ഥാനാർത്ഥിയുടെ വീടിന് തീയിടാൻ അജ്ഞാതരുടെ ആക്രമണം. ടിൻഡു G. വിജയന്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം. പുലർച്ചെ 1:00-ഓടെയാണ് സംഭവം. ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചെത്തിയ 2 പേരാണ് തീയിടാൻ ശ്രമിച്ചത്. കൂടാതെ തീ കത്തിച്ച് ജനലിലൂടെ വീടിനുള്ളിലേക്കിടാനും ശ്രമം നടന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു നോക്കിയതോടെ സംഘം കടന്നു കളഞ്ഞു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.